ഹലോ വെൽക്കം ടു ഡ്രാമ വേൾഡ്. ഇന്ന് നമ്മൾ വെൻ ലൈഫ് ഗീവ്സ് യു ടാഞ്ചറിൻസിൻ്റെ 4th എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. 3rd എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഗ്വാൻസിക്കും എസനും മകളുടെ അടുത്തിരിക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സീൻ കാണിച്ചുകൊണ്ടാണ്. 4th എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഏസൻ ഗ്വാൻസിക്കിനോട് ചോദിക്കുവാണ്, നിനക്ക് അത്ലറ്റിക്സ് വിട്ടതിൽ വല്ല വിഷമവും ഉണ്ടോയെന്ന്. അപ്പം ഗ്വാൻസിക്ക് പറഞ്ഞു, ഇല്ല, എനിക്കെൻ്റെ ഗോൾഡൻ മോൾ ഉണ്ടല്ലോ, പിന്നെന്തിനാണ് ഗോൾഡൻ മെഡൽ. അവരുടെ മകളുടെ പേര് ജൂമിയോങ് എന്നാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഏസൻ അന്ന് എറിഞ്ഞ ആ റിങ് ഒരു കുട്ടി മണ്ണിൽ നിന്ന് എടുക്കുന്നതാണ്. ആ റിങ് ഗ്വാൻസിക്ക് ബുസാനിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതായത് അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ റിങ് എല്ലാം കൊടുത്തിട്ട് ഏസന് വേണ്ടിയിട്ട് ഒരു റിങ് വേണമെന്ന് പറഞ്ഞു. ആദ്യം ആ ഷോപ്പ് ലേഡി ഒന്നിനും സമ്മതിച്ചില്ല, പിന്നെ അവരത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കുന്നതായിട്ടാണ്. അപ്പം ഗ്വാൻസിക്ക് എസനോട് പറയുന്നുണ്ട്, എനിക്കിഷ്ടമുള്ളത് നീ എടുത്ത് പൈസയൊന്നും നോക്കണ്ടെന്ന്. പക്ഷേ ഗ്വാൻസിക്കിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഏസൻ തലയിൽ വെക്കുന്ന ഒരു തൊപ്പി എടുക്കുന്നുണ്ട്. അപ്പം ഗ്വാൻസിക്ക് പറയാണ്, ഇത് കുറച്ച് ഓവറല്ലേ, നീ പിന്നീട് ഇത് എടുക്കണ്ടായിരുന്നു തോന്നുന്നു നിനക്ക്. അപ്പം ഏസൻ പറയുകയാണ്, നിനക്ക് ഫാഷനെ കുറിച്ചൊന്നും അറിയില്ല എന്ന്. അങ്ങനെ അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുവാണ്. പിന്നെ പ്രസൻറ്റിൽ അവരുടെ ഒരു വിവാഹ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പം മകള് ചോദിക്കുവാണ്, അമ്മ എന്തിനാ ഇങ്ങനത്തെ ഹാറ്റ് വെച്ചേക്കുന്നത്. അടുത്ത സീനിൽ കാണിക്കുന്നത് എസൻ ഒരു ബുദ്ധ അമ്പലത്തിൽ ഇരിക്കുന്നതാണ്. അവൾ അവിടെ കുമ്പിട്ട് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അവളത് തുടർച്ചയായി ഇങ്ങനെ ചെയ്യുവാണ്. അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഗ്വാൻസിക്കിൻ്റെ അമ്മയാണ്. അവർ പറയുവാണ്, വേദന ഉണ്ടെങ്കിൽ ഭക്തിയുള്ളൂ, ഇത് 3000 പ്രാവശ്യം നീ ചെയ്യണം. അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ ചോദിക്കുവാണ്, എന്തിനാ അവളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതെന്ന്. യഥാർത്ഥത്തിൽ അവർ അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഒരാൺകുട്ടി ആദ്യം ജനിക്കാനായിട്ട്. അമ്മ പറയുകയാണ്, യങ് ഫാമിലിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആൺകുട്ടി ജനിക്കണമെന്ന്. അവൾ വന്നപ്പോൾ പൈസയോ സാധനങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, എന്തിനൊരു സിൽവർ സ്പൂൺ പോലും കൊണ്ടുവന്നിട്ടില്ല, പിന്നെ എല്ലാം അങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കാൻ പറ്റും. ഇത് കേട്ടിട്ട് അമ്മമ്മ ചോദിക്കുകയാണ്, നീ പണ്ട് വന്നപ്പോൾ ഒരു സിൽവർ സ്പൂൺ പോലും നിൻ്റെ കയ്യിലില്ലായിരുന്നല്ലോ. അപ്പം അമ്മ പറയുകയാണ്, ഓ, ഇപ്പം അമ്മമ്മയ്ക്ക് എസനെയാണല്ലോ കൂടുതൽ ഇഷ്ടമെന്ന്. ഗ്വാൻസിക്കിൻ്റെ അമ്മ ഗ്വാൻസിക്കിൻ്റെ അച്ഛനുമായിട്ട് ഒളിച്ചോടി വന്നതായിരുന്നു. അമ്മമ്മ പോകുന്ന വഴിക്ക് അമ്മയോട് പറയുകയാണ്, നീ അവളെ കൊണ്ട് 3000 പ്രാവശ്യം അങ്ങനെ ചെയ്യിപ്പിച്ചാൽ ക്ഷീണം കാരണം അവൾക്ക് വീട്ടിലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇതിനെക്കുറിച്ച് ഗ്വാൻസിക്കിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ നിൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. പക്ഷേ ഒരാണിനും തൻ്റെ അമ്മയെക്കുറിച്ച് കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. അത് ആലോചിച്ചിട്ട് വേണം നീ എന്നെക്കുറിച്ച് അവനോട് പറയാനെന്ന്. അപ്പോൾ ഏസൻ പറയുകയാണെങ്കിൽ, ഞാൻ ഒരിക്കലും പറയില്ല, അവൻ ഒന്നാമത് ജോലി ചെയ്ത് ക്ഷീണിച്ചാണ് വരുന്നത്, അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി പറഞ്ഞ് അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കില്ല എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് എസൻ അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നതായിട്ടാണ്. എസൻ പറയുകയാണ്, അവരെന്തിനാ ഇനിയും കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതും ആൺകുട്ടി വേണം. ഗ്വാൻസിക്കിനെ വളർത്തിയിട്ട് അവർക്ക് എന്താണ് കിട്ടിയത്? അവരെന്തിനാ എപ്പോഴും എൻ്റെ നേരെ ചുവന്ന ബീൻസുകൾ എറിയുന്നത്? എൻ്റെ അമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ചിലപ്പോൾ എൻ്റെ അമ്മ എന്നെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അവളങ്ങനെ അമ്മയെക്കുറിച്ച് ഓർക്കുവാണ്. അവളുടെ രണ്ടാനച്ഛൻ്റെ ഭാര്യ പറയുകയാണ്, നിനക്കിവിടെ വരാതിരിക്കാൻ ഒക്കില്ലല്ലോ. അടുത്ത സീനിൽ അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എപ്പോഴും കുട്ടിയെ കൊണ്ടുവരുന്നതെന്ന് അമ്മൂമ്മയോട് ചോദിക്കുന്നു. അപ്പോൾ ഗ്വാൻസിക്കിൻ്റെ അമ്മൂമ്മ പറയുകയാണ്, ഈ ഐലൻഡിലെ ഹെനിയകളെല്ലാം അവരുടെ 6 അല്ലെങ്കിൽ 7 വയസ്സിൽ നീന്തൽ പഠിക്കുമെന്ന്. അവൾ ഇപ്പോഴേ പഠിച്ച് കഴിഞ്ഞാൽ അവൾക്ക് കടലിൽ ഇറങ്ങുമ്പോൾ വലിയ പേടി ഉണ്ടാകില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഈ കാര്യം എസൻ അറിയാവുമെന്ന്. അപ്പം അമ്മ പറയുകയാണ്, എനിക്ക് അവളോട് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ചോദിച്ചു, എസൻ ഇതിന് അനുവദിച്ചോന്ന്. അപ്പം അമ്മ പറയുകയാണ്, എനിക്ക് അവളുടെ പെർമിഷനൊന്നും വേണ്ട, അവളെന്താ എൻ്റെ ബോസും അല്ലോ. അവർ ആ കുട്ടീനെ കൊണ്ട് ഇത് നീന്തൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരെ പോലെ ആ കുട്ടിയും കടലിലെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ സ്കൂളിൽ വിടണം, പഠിപ്പിക്കണം, അങ്ങനെ ഒരു ചിന്തയെ അവർക്കില്ല. അവർക്ക് അവരുടെ ജോലി ചെയ്ത് പോകണമെന്ന്. അതിലൊരാൾ പറയുകയാണ്, നമ്മളെല്ലാം കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത് ജീവൻ തിരിച്ചു കിട്ടണമെന്നാണ്. എസൻ്റെ അമ്മ അവളെ നീന്തൽ പഠിപ്പിച്ചിട്ടില്ല, കാരണം അവളുടെ അമ്മയെ പോലെ അവളും ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കുട്ടിയെ കൊണ്ട് നീന്തൽ പഠിപ്പിച്ചിട്ട് ആ ജോലിയിലോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അവരെല്ലാവരും പറഞ്ഞു, ഞങ്ങളാരും ഇതിന് സമ്മതിക്കില്ല എന്ന്. അപ്പോൾ അമ്മമ്മ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അമ്മ ആ കുട്ടിയെ എടുത്തിട്ട് അവരുടെ പിന്നാലെ പോവാണ്. അടുത്ത സീനിൽ എസൻ്റെ ആൻറ്റി എസനോട് പറയാണ്, ആ കുട്ടികൾ 2 ആഴ്ചത്തേക്കല്ലേ മാറി നിൽക്കുന്നുള്ളൂ, നീ എന്തിനാണ് അവർക്ക് വേണ്ടി പാക്കൊക്കെ ചെയ്യുന്നത്? എസൻ പറയാണ്, നിങ്ങൾ ആ കുട്ടികളെ നന്നായിട്ട് നോക്കണം, അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യണം. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എസൻ്റെ അനിയനെയും അനിയത്തിയെയും കുറിച്ച്. എസൻ്റെ ആൻറ്റി പറയുവാണ്, ആ കുട്ടികൾ എന്നെ എപ്പോഴും ഹഗ് ചെയ്യും, മാത്രമല്ല അവരെന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത്, പിന്നെ ഞാൻ അവരെ എങ്ങനെ കഷ്ടപ്പെടുത്താനാ? അവർ ജന്മം കൊണ്ട് എൻ്റെ മക്കളല്ലെങ്കിലും ഹൃദയം കൊണ്ട് അവരെൻ്റെ മക്കളാണ്. അങ്ങനെ എസൻ ആൻറ്റിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുട്ടിക്ക് ഉടുപ്പിടാൻ അറിയത്തില്ലേ, ഞാൻ ചെയ്തു തരാമെന്ന്. അങ്ങനെ ഉടുപ്പിട്ട് കൊടുക്കുവാണ്.
ആൻറ്റി അവിടെ ഇരുന്ന കുട്ടികളുടെ പഴയ സൈക്കിൾ എടുത്ത് എസ്സന് കൊടുക്കുവാണ്. എന്നിട്ട് അവളോട് പറയുകയാണ്, ഞാൻ നിന്നെ പ്രശംസിക്കുന്നു. ഞാനിവിടെ 10 വർഷമായി ജീവിക്കുന്നു. എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത് നീ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന്. ഒരു വേലക്കാരിയായി ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ കഷ്ടതയുള്ളത് തന്നെയാണ്. ഒരു വേലക്കാരിയായി ജീവിക്കുന്നത് നിന്റെ വിധിയല്ലാഞ്ഞിട്ട് കൂടി നീ അവരെ നോക്കി. ആ കുട്ടികളുടെ ഹൃദയത്തിൽ നിനക്ക് വലിയ സ്ഥാനമാണ്. നീ ചെയ്തതിൻ്റെ ഈ ഫലം നിനക്ക് തീർച്ചയായും ലഭിക്കും. ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ. അപ്പോൾ എയ്സൺ പറയാണ്, എങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവർ രണ്ടുപേരെയും നല്ലതുപോലെ നോക്കണം. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സമ്മതിക്കണം. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഓ ഞാൻ എൻ്റെ കുട്ടികളെ നന്നായി നോക്കിക്കൊള്ളാമെന്ന്. അങ്ങനെ പോകാൻ നേരം അവൾക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ചോദിക്കുവാണ്, നീ വീട്ടിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് ആ സൈക്കിൾ മാത്രമാണോ കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ ഗ്വാൻസിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ ഗ്വാൻസിക്കിൻ്റെ അമ്മ പറയുകയാണ്, ഇവിടെയുള്ള ഭക്ഷണം നമുക്ക് തന്നെ കഴിക്കാൻ തികയുന്നില്ല, പിന്നെ എസ്സനും കൊടുക്കണം. അവൾക്ക് നല്ലൊരു ഫാമിലി ഉണ്ടായിരുന്നെങ്കിൽ അവൾ അവിടെ നിന്ന് വല്ലതും കൊണ്ടുവന്നേ. അവൾ നമുക്കുള്ളതെല്ലാം അങ്ങ് എടുക്കുവാണ്. എന്നിട്ട് ഗ്വാൻസിക്കിൻ്റെ അമ്മ പറയാണ്, നീ എപ്പോഴും അവളുടെ ഭാഗത്താണുള്ളത്, എൻ്റെ ഭാഗത്ത് നിൽക്കാൻ ആരും. ഇപ്പോൾ ഗ്വാൻസിക്ക് പറയുവാണ്, അമ്മയ്ക്ക് അച്ഛനില്ലേ, അച്ഛനല്ലേ അമ്മയുടെ കൂടെ നിൽക്കേണ്ടതെന്ന്. അതേസമയം എസ്സൻ വീട്ടിലേക്ക് വരുവാണ്. അവളുടെ കയ്യിൽ ഒരു വലിയ കെട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അത് എടുത്തു നോക്കുവാണ്. അതിൽ ഡ്രസ്സും വേറെ കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവൾ ബുസാനിൽ ഇട്ടുകൊണ്ട് പോയി ആ ഡ്രസ്സ് കാണുന്നു. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, എന്താ ഇനിയും നിങ്ങൾ ബുസാനിലോട്ട് വല്ലതും പോകാൻ നോക്കുവാണോ? അമ്മ ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി വിടുവാണ്. അപ്പോൾ ഗ്വാൻസിക്ക് അത് ആരും കാണാതെ എടുത്ത് മാറ്റുവാണ്. അമ്മ ചോദിക്കുവാണ്, ഈ സൈക്കിൾ എന്തിനാണെന്ന്. ഇത് അവരുടെ മക്കൾക്ക് തന്നെ വലുതാകുമ്പോൾ ഉപയോഗിച്ചുകൂടെ? അപ്പോൾ എസ്സൻ പറയുകയാണ്, ഇത് ആൻറ്റി ജിമ്മിയോങ്ങിന് വേണ്ടി തന്നതാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മമ്മ പറയുകയാണ്, പെൺകുട്ടികൾ സൈക്കിളൊന്നും ചവിട്ടിക്കൂടെ, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നതിൽ നിൻ്റെ തലക്കിട്ടൊരെണ്ണം തന്നേനെ. അമ്മമ്മ പറഞ്ഞ് ഈ സൈക്കിൾ കൊണ്ടുപോയി കളയാൻ. അപ്പം എസ്സന് വിഷമമായി. അപ്പം അമ്മ പറയുകയാണ്, ഞാൻ ഈ സൈക്കിള് വിറ്റിട്ട് മിഠായി മേടിച്ചോളാം. എസ്സൻ കുട്ടിയോട് ചോദിച്ചു, ഇന്നും കടൽ തീരത്ത് പോയോന്ന്. അപ്പം അമ്മമ്മ പറയാ, വാ നമുക്ക് പോയി ഉറങ്ങാമെന്ന്. അപ്പോൾ എയ്സൺ ചോദിച്ചു, ഇത്ര നേരത്തെയോ? അപ്പോൾ അമ്മമ്മ എയ്സനോട് പോയി ഉറങ്ങാൻ പറഞ്ഞിട്ട് കുട്ടീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സത്യത്തിൽ അമ്മമ്മ ജിമ്മിയോങ്ങിന് നീന്താനും വീട്ടുജോലി ചെയ്യാനുമാണ് പഠിപ്പിക്കുന്നത്. അതും ഇത്ര കൊച്ചിലെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. എയ്സന് ഇതൊന്നും ഇഷ്ടമല്ല, തൻ്റെ കുട്ടിയെ വീട്ടുജോലി ചെയ്യിപ്പിക്കുന്നതും കടലിൽ കൊണ്ടുപോകുന്നതും എല്ലാം. അവൾ വളരെ ആവശ്യമായിട്ട് വന്ന് കിടക്കുവാണ്. അപ്പം ഗ്വാൻസിക്ക് മസാജ് ചെയ്തുകൊണ്ട്, കാലിൽ മസാജ് ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്നെ അവർ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടോ, ഞാൻ ഇനിയും മിണ്ടാതിരിക്കണമെന്ന്. അപ്പോൾ എസ്സൻ പറഞ്ഞു, നീ ഇപ്പോൾ വല്ലതും പറയുവാണെങ്കിൽ അവർക്ക് എന്നോടുള്ള ദേഷ്യം കൂടുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഗ്വാൻസിക്ക് പറഞ്ഞു, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടുള്ളത്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന്. അവൾ പറഞ്ഞു, ജിമ്മിയാനെ ആ സൈക്കിളിൽ ചവിട്ടാൻ അനുവദിക്കണം. ഇപ്പോൾ അവളെ സൈക്കിൾ പോലും ചവിട്ടാൻ അനുവദിച്ചില്ലെങ്കിൽ അവൾ ജീവിതകാലം മുഴുവനും അടുക്കളയിൽ കഴിയേണ്ടി വരുമെന്ന്. എനിക്ക് അവൾക്കിഷ്ടമുള്ള എല്ലാം കൊടുക്കണം, അവളുടെ ഇഷ്ടം എനിക്ക് നിറവേറ്റണം. അവൾ എന്നെപ്പോലെ ഒരിക്കലും അടുക്കളയിൽ കഴിയരുത്, മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള തീന്മേശ ഒരുക്കരുത്. അവൾക്കിഷ്ടമുള്ളതെല്ലാം അവൾ ചെയ്യണം, മേശ മറിച്ചിടാൻ തോന്നിയാൽ അതും അവൾ ചെയ്യണം. അപ്പോൾ ഗ്വാൻസിക്ക് പറയാണ്, നിനക്കിഷ്ടമുള്ളതെല്ലാം നീ ചെയ്തോ, നീ എന്ത് ചെയ്താലും നിന്റെ കൂടെ കാണും. അടുത്ത ദിവസം രാവിലെ എസ്സൻ്റെ പുറത്തേക്ക് അമ്മമ്മ ചുവന്ന ബീൻസ് എറിയുന്നുണ്ട്. അവർക്കൊരു ആൺകുട്ടി ജനിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയുന്നത്. ഗ്വാൻസിക്ക് ഇത് ഒരിക്കലും അറിയരുതെന്നും പറയുന്നുണ്ട്. എയ്സൺ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം അവൾ ചോറും കറിയും കൂടി മിക്സ് ചെയ്യാൻ പോകുമ്പോൾ അമ്മ പറയുകയാണ്, അങ്ങനെ മിക്സ് ചെയ്യേണ്ട. അവരെല്ലാം കറി കൂട്ടി ചോറ് കഴിക്കുമ്പോഴത്തേക്കിനും എസ്സനും മോൾക്കും കുറച്ച് കറി മാത്രമാണ് കൊടുക്കുന്നത്. മോള് വീണ്ടും കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഗ്വാൻസിക്ക് തൻ്റെ കറി കൊടുക്കുകയാണ്. ഗ്വാൻസിക്ക് മോൾക്കായിട്ടൊരു പുതിയ സൈക്കിൾ തന്നെ മേടിക്കുന്നുണ്ട്. അത് കാണുമ്പം എസ്സൻ വളരെ സന്തോഷമാവുന്നുണ്ട്. മോൾ അത് ചവിട്ടുന്ന കാണിക്കുന്നുണ്ട്. ഗ്വാൻസിക്ക് ജോലിക്ക് പോകുമ്പം എസ്സൻ അവിടെ വളരെ കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യുവാണെങ്കിലും അവൾ അവനെ സന്തോഷത്തോടെയാണ് യാത്രയാക്കുന്നത്. അടുത്ത സീൻ പ്രസൻ്റ് ആണ് കാണിക്കുന്നത്. അവിടെ എയ്സൺ ജിമ്മിയാങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുവാണ്. അവൾ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുവാണ്. അടുത്ത സീനിൽ ജിമ്മിയോങ് ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയെ മീറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ അമ്മ പറയുകയാണ്, നിൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും നിന്നെ സ്കൂളിലേക്ക് അയച്ച് പഠിപ്പിക്കാൻ. ഇപ്പോൾ അവർക്ക് സന്തോഷമായി കാണും നീ യോംബിയനെ ഡേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവൾ പറഞ്ഞു, അവർക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ആ അമ്മ ചോദിച്ചു, നിനക്ക് ജോലി കിട്ടി അല്ലേ? അതെ, അവരെനിക്ക് ഉടനെ പ്രമോഷൻ തരും. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, നീ ജോലി തുടരാനാണോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം അവൾ പറയുകയാണ്, അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഇതിനെക്കുറിച്ച് യോംബിയൻ്റെ അടുത്ത് സംസാരിച്ചു. എൻ്റെ മകന് നല്ല ടാലൻ്റ് ഉണ്ട്, ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന കുട്ടിയാണ് അവൻ. നീ അവനെ ഹൗസ് വൈഫായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ജിമ്മിയോൻ പറഞ്ഞു,
ഞാനും അവനെ പോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു മുതിർന്ന കുട്ടിയാണ്. എനിക്ക് ജോലിക്ക് പോയി എൻ്റെ ഫാമിലീനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അവരിത് കേട്ട് ചിരിക്കുകയാണ്. അപ്പം ജിമ്മിയോൻ പറയുകയാണ്, എനിക്ക് ജസ്റ്റ് ജോലി കിട്ടിയാൽ മാത്രം പോരാ, എനിക്ക് അവിടെ വർക്ക് ചെയ്ത് പ്രൊമോഷൻ മേടിക്കണം, CEO ആവണം. അവർക്ക് പക്ഷേ അവൾ പറയുന്നതൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഇതിനെക്കുറിച്ചായിരുന്നു ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൾ ബോയ് ഫ്രണ്ടിനോട് പറയുകയാണ്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ മരിച്ചൊന്നും പോത്തില്ല എന്ന്. ജെയ്സൺ ജിമ്മിയോൻ്റെ ഷൂസ് എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് അവളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിനക്ക് ഇത്രയധികം ഷൂസ്? അപ്പോൾ ജിമ്മിയോൻ പറയുകയാണ്, ഞാൻ വളർന്നു വന്നത് പൈസ ഇല്ലാതെയാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമുള്ളതൊന്നും വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ എനിക്കൊരു ഡ്രസ്സ് വാങ്ങി തന്നതുപോലും ഞാൻ 3 ദിവസം കെഞ്ചിയിട്ടാണ്. ഇതൊന്നും അത്ര വിലയുള്ള ഷൂസൊന്നുമല്ല. ഏസൻ പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഇതുപോലും ഇല്ലായിരുന്നു. എന്താ, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അപ്പോൾ ജിമ്മിയോൻ പറയുകയാണ്, കമ്പനിയിൽ വന്ന് ജോലി ചെയ്ത് നോക്ക്, അപ്പോൾ അറിയാമെന്ന്. അപ്പോൾ എസൻ പറയുകയാണ്, ജോലി ചെയ്യുന്നത് അത്ര പാടാണോ? എങ്കിൽ നീ ആ ജോലി നിർത്ത്, എന്നിട്ട് വിവാഹം കഴിക്കാൻ നോക്കുന്നു. അപ്പോൾ അവൾ ദേഷ്യത്തോടെ എസനോട് ചോദിക്കുകയാണ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം? അമ്മേനെ പോലെ ജീവിക്കണോ? ഒന്നിനും ഒരു പൈസയും തികയാതെ പൈസ ഇല്ലാതെ ജീവിക്കണമെന്ന്. അപ്പോൾ എസൻ പറയുകയാണ്, ശരിയാണ്, നീ എന്നെപ്പോലെ ജീവിക്കണ്ട. പക്ഷേ എൻ്റെ ആ കഷ്ടപ്പാടുകൾക്കിടയിലും എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലും ഒരു സൂര്യപ്രകാശം ഉണ്ടായിരുന്നു. എനിക്ക് നല്ല നല്ല മെമ്മറീസ് ഉണ്ട് ആ ജീവിതത്തിൽ. ഞാൻ ജീവിച്ചതും വളരെ വാല്യൂ ഉള്ള ലൈഫ് തന്നെയാണ്. അടുത്ത സീനിൽ അമ്മമ്മ അവളെ പ്രാർത്ഥിക്കാൻ വിളിക്കുകയാണ്. അമ്മമ്മ പറയുകയാണ്, ഈ ജിജു ഐലൻഡിൽ ഹെനിയ ആവുന്നതിനെക്കാട്ടിൽ വേറെ നല്ലൊരു ജോലിയില്ലാന്ന്. അവളും ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഈ ഫാമിലിക്ക് നല്ലൊരു നേട്ടം തന്നെയല്ലേ? അവളല്ലേ ഈ വീട്ടിലെ മുതിർന്ന കുട്ടി, അവളുടെ കടമയല്ലേ ഈ ജോലി ചെയ്യുന്നത്. അവൾ പഠിച്ച് വലുതായിട്ടൊരു നല്ല ജോലി നേടുമെന്നൊന്നും നീ പ്രതീക്ഷിക്കണ്ട. എസൻ അകത്ത് കയറി അതെല്ലാം തട്ടിമറിച്ചിടുവാണ്. അപ്പോൾ അമ്മമ്മ പറയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യും? അപ്പോൾ എസൻ പറയാണ്, അവൾ എൻ്റെ മകളാണ്, അവളെ ഇങ്ങനൊരു ജോലി ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ ഗ്വാൻസിക്കിൻ്റെ അമ്മ വന്നിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ്, നീ ഇവളെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ എസൻ പറയുകയാണ്, എൻ്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. കാരണം അവർക്ക് ശ്വാസം മുട്ടായിരുന്നു. അതിന് കാരണം അമ്മ ചെയ്തിരുന്ന ജോലിയാണ്. എൻ്റെ മകളെ ഞാൻ അങ്ങനെ ഇത് ചെയ്യാൻ അനുവദിക്കില്ല. ഇത് പറഞ്ഞിട്ടും അമ്മ അവളെ തടയുകയാണ്. അപ്പം എസൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹെനിയെ ആക്കാൻ അത്ര താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ സ്വന്തം മകളെ അങ്ങനെ ആക്കുന്നില്ല? ഇത് കേട്ടിട്ട് അമ്മ എസൻ്റെ മുഖത്ത് അടിക്കുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും? ഞാൻ ഉറപ്പായി ഇവളെ ഹെനിയെ ആക്കുമെന്ന്. അങ്ങനെ എസനും മകളും കരയുവാണ്. ഇതേ സമയം ഗ്വാൻസിക്ക് ഇത് കണ്ടുകൊണ്ട് വരുവാണ്. അപ്പോൾ അമ്മമ്മ പറയുകയാണ്, ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ. എന്നിട്ട് അവർ കുഴഞ്ഞു വീഴാൻ പോകുന്നതായിട്ട് അഭിനയിക്കുവാണ്. ഇത് കേട്ടിട്ട് ഗ്വാൻസിക്ക് പറയുകയാണ്, എസൻ എൻ്റെ കൂടെ വന്നത് എൻ്റെ കൂടെ ജീവിക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ മരുമകളാകാനല്ലെന്ന്. അപ്പോൾ അമ്മമ്മ ചോദിക്കുകയാണ്, നീ എന്താ ഈ പറയുന്നതെന്ന്. ഗ്വാൻസിക്ക് പറയുകയാണ്, നിങ്ങൾ ഇനി എസനെയും കുട്ടിയെയും കാണില്ല, ഞാൻ ഇവിടുന്ന് പോകുവാണ്. അങ്ങനെ അവർ പറയുന്നതൊന്നും കേൾക്കാതെ ഗ്വാൻസിക്ക് എസനെയും മകളെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് പ്രസൻ്റാണ്. അവിടെ ജിമ്മിയാൻ്റെ ഷൂസ് എസൻ ഇട്ട് നോക്കുവാണ്. അപ്പോൾ മകൾ പറയുകയാണ്, ഇത് എന്നേക്കാൾ ചേരുന്നത് അമ്മയ്ക്കാണെന്ന്. അവൾ ചോദിച്ചു, അമ്മയ്ക്ക് ഒരുപാട് പൈസയുള്ള ഒരാളെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന്. വീണ്ടും തിരിച്ചു പോവുകയാണെങ്കിൽ അമ്മ അങ്ങനെ ചെയ്യുമോ എന്ന്. അപ്പോൾ എയ്സൻ പറയുകയാണ്, തിരിച്ചു പോകാൻ കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും നിൻ്റെ അച്ഛനെ തന്നെയായിരിക്കും വിവാഹം കഴിക്കുന്നതെന്ന്. അടുത്ത സീനിൽ ഗ്വാൻസിക്ക് അവിടുന്ന് മാറി താമസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ജിമ്മിയാന് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വീടിൻ്റെ ഓണർ വരികയാണ്. അപ്പോൾ ഗ്വാൻസിക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു പുതിയ ജോലി നോക്കുന്നുണ്ട്, അത് കിട്ടിയാൽ ഉടനെ വീടിൻ്റെ വാടക തരാമെന്ന്. എയ്സൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കട നോക്കിക്കൊള്ളാമെന്ന്. അപ്പോൾ ആ ഓണർ പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ 3 മാസത്തെ വാടക ഒരാൾ വന്ന് നേരത്തെ തന്നെന്ന്. അവർ ചോദിച്ചു അതാരാണെന്ന്. അപ്പം ആ ഓണർ പറഞ്ഞു, അത് മോ ഫാമിലിയിൽ നിന്ന് ഒരാളാണ് തന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് കുറച്ച് പോർക്ക് തരാനാണെന്ന്. ഗ്വാൻസിക്ക് അതാരാണെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ എസൻ ഗ്വാൻസിക്കിനെ നോക്കിയിട്ട് പറയുകയാണ്, ആരാണ് അവൾ, ഉയൻ ആരാണെന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് പറഞ്ഞു, എനിക്കറിയില്ല, നിനക്ക് 10 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ നിൻ്റെ കൂടെ അല്ലേന്ന്. എസൻ പറയാണ്, അത് ശരിയാ, നിന്നെ പെൺകുട്ടികൾ ആരും അങ്ങനെ നോക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇതാരാണെന്ന് അവരാലോചിച്ച് നേരത്തെ തന്നെ അങ്ങ് ഉറങ്ങുവാണ്. ഇതുപോലെ തന്നെ ഇവർ എല്ലാ ദിവസവും നേരത്തെ തന്നെ അങ്ങ് ഉറങ്ങുവാണ്. അപ്പം ഇവർക്കെന്നും ഭക്ഷണം കൊടുക്കാൻ വരുന്ന ഓണറിന് ഇത് കണ്ടിട്ട് ദേഷ്യമാവുന്നുണ്ട്.
അടുത്ത സീനിൽ കാണിക്കുന്നത് എസ്സൻ്റെ അമ്മയുടെ ഫ്രണ്ട്സ് എസ്സനെ സഹായിക്കുന്നതാണ്. അവളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അവരവളെ കളിയാക്കുവാണ്. അവർ വീട് മാറി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൾ പ്രഗ്നൻ്റ് ആയതെന്ന് പറഞ്ഞു. അവരങ്ങനെ ഗ്വാൻസിക്കിൻ്റെ ഫിഷിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അവൻ ആരുടെ കൂടെ ജോലി ചെയ്യുന്നതെന്നൊക്കെ അറിയാമോ, എങ്ങനെയുണ്ട് ജോലി എന്നൊക്കെ. അതേസമയം ഗ്വാൻസിക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമായിരുന്നു. അപ്പോൾ അവൻ്റെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടിട്ട് എസ്സൻ ഓടി ചെന്നിട്ട് എന്താ പറ്റിയതെന്ന്. അപ്പം ഗ്വാൻസിക്ക് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതൊരു ചെറിയ മുറിവാണ്. ഡോക്ടർ ഇത് കണ്ടിട്ട് പറയുകയാണ്, നീ ഈ മുറിവുണ്ടായപ്പോഴേ കൊണ്ടു ചെല്ലേണ്ടതായിരുന്നു, ഇനി ഇത് ഉണങ്ങാൻ പാടാണെന്ന്. അപ്പം എസ്സൻ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കയ്യിൽ മുറിവുണ്ടായിട്ട് നീ തിരിച്ച് ബോട്ടിൽ നിന്ന് വരാഞ്ഞതെന്ന്. അവനൊന്നും മിണ്ടുന്നില്ല. അവൻ എത്ര വേദനിച്ചാലും അവനത് എസ്സനോട് പറഞ്ഞിരുന്നില്ല. അവൾക്കതിൽ നല്ല വിഷമവും ഉണ്ട്. എസ്സൻ്റെ അമ്മയുടെ ഫ്രണ്ട് അവളോട് പറയുകയാണ്, പുറത്തു നിന്ന് വരുന്നവർക്ക് ഇവിടെ ഒരു ജോലി കണ്ടെത്താൻ പാടാണ്. അവൻ എങ്ങനെയാണ് അവിടെ ജോലി ചെയ്യുന്നത്? അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങളെ രണ്ടുപേരെയും നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ ഉറങ്ങി കിടക്കുമ്പോൾ അവൻ്റെ കാലിലും എല്ലാം ഉള്ള മുറിവുകളെല്ലാം എസ്സൻ കാണുന്നു. അവൻ ജോലിക്ക് പോകുമ്പം എസ്സനും മോളും വളരെ സന്തോഷത്തോടെ അവനെ യാത്രയാക്കുന്നു. അടുത്ത ദിവസം അവർ സാധനം മേടിക്കാൻ കടയിലോട്ട് വരുവാണ്. അത് ആ ഓണറിൻ്റെ കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ജിമ്മിയാങ് കുറേ മിഠായികൾ എടുക്കുമ്പോൾ ഓണർ പറയുകയാണ്, നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് 4 മിഠായിയേ തരത്തുള്ളൂ, അതിൽ കൂടുതൽ നീ എടുക്കരുതെന്ന്. പക്ഷേ ഇതൊന്നും ജിമ്മിയാൻ ശ്രദ്ധിക്കുന്നില്ല. അടുത്ത സീനിൽ അവളൊരു സ്ത്രീയെ കാണാൻ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ബുസാങ്കിലിൻ്റെ ഭാര്യയാണ്. എസ്സന് മുമ്പ് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ആളുടെ ഭാര്യയാണ്. ബുസാങ്കിലിൻ്റെ ബോട്ടിലാണ് ഗ്വാൻസിക്ക് ജോലി ചെയ്യുന്നത്. അവർ ഗ്വാൻസിക്കിൻ്റെ കൈയെല്ലാം മുറിഞ്ഞതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കൈ മുറിഞ്ഞിട്ടും ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുസാങ്കിൽ ഗ്വാൻസിക്കിനെ അനുവദിച്ചില്ല എന്ന്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്വാൻസിക്ക് ബോട്ടിൽ നിന്ന് പോകാനായിട്ട് നോക്കുവാണ്. അപ്പം ബുസാങ്കിൽ പറയുവാണ്, ഈ ബോട്ടിൻ്റെ ഓണറായ ഞാൻ പോലും ഇത്ര നേരത്തെ പോകുന്നില്ല, പിന്നെ നീ എന്തിനാണ് പോകുന്നത്? അപ്പോൾ അതിലൊരാൾ പറയാണ്, അവൻ്റെ പ്രിയപ്പെട്ടവർ വീട്ടിൽ കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്ര നേരത്തെ പോകുന്നതെന്ന്. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞ് നീ പൊക്കോളായിരുന്നു. പക്ഷേ അയാൾ വിടുന്നില്ല. അയാൾ പറയാണ്, ഇന്ന് നീയാണ് വണ്ടി ഓട്ടിക്കേണ്ടുള്ളത്, എന്നെ വീട്ടിലാക്കിയിട്ട് നീ പോയാൽ മതിയെന്ന്. ഉള്ളവർ വീണ്ടും പറയുന്നു അവൻ പൊക്കോട്ടെ എന്ന്. പക്ഷെ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഗ്വാൻസിക്ക് പറഞ്ഞു, ഞാൻ പോകുകയെന്ന്. അപ്പം അയാൾ അവനെ വിടുന്നില്ല. സാങ്ക്യ പറയുകയാണ്, നീ എന്താണ് എൻ്റെ അടുത്ത് ചോദിക്കാതെ മീനെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. എന്നിട്ട് അയാൾ പറയാണ്, എൻ്റെ അടുത്ത് ചോദിക്കാതെ നീ ഒരു കാര്യവും എൻ്റെ ബോട്ടിൽ നിന്ന് എടുക്കരുത്, ബോട്ട് വിട്ട് പോവുകയും ചെയ്യരുതെന്ന്. നീ എന്തിനാ ഈ നേരത്തെ പോകുന്നത്? നിനക്ക് നിൻ്റെ ഭാര്യയെ അത്രയ്ക്ക് ഇഷ്ടമാണോ എന്ന്. എന്നിട്ട് അയാൾ എസ്സനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ഗ്വാൻസിക്ക് ചോദിക്കുകയാണ്, ക്യാപ്റ്റൻ നിങ്ങൾ എന്താണ് വീട്ടിൽ പോകാത്തത്? നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ? നിങ്ങൾക്ക് എന്താ ആരോടും ഒരു റെസ്പെക്റ്റും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അയാളിത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഗ്വാൻസിക്കിൻ്റെ കാലിനിട്ട് ചവിട്ടുവാണ്. ഇത് കേട്ടിട്ട് എസ്സൻ അവിടെ നിന്ന് അലറിക്കൊണ്ട് ഓടി വരുവാണ്. യു സൺ ഓഫ് ബിച്ച് എന്നും പറഞ്ഞിട്ട്. മുമ്പ് ഗ്വാൻസിക്കിനെ ദ്രോഹിക്കുന്നവരെല്ലാവരെയും കൈകാര്യം ചെയ്യുന്നത് എസ്സൻ ആയിരുന്നു. എന്നിട്ട് എസ്സൻ വന്നിട്ട് അയാളോട് പറയുകയാണ്, ഇനി നിങ്ങളുടെ കൂടെ ഗ്വാൻസിക്ക് ജോലി ചെയ്യാൻ വരില്ല എന്ന്. എന്നിട്ട് അവൾ ഗ്വാൻസിക്കിനെ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അയാൾ പറയുകയാണ്, നീ വരണ്ട, നിനക്കിനി ഈ ഒരു ബോട്ടിലെന്നല്ല ഒരു ബോട്ടിലും ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അയാൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഗ്വാൻസിക്ക് അയാൾ അടിക്കാൻ പോകുന്നതിന് മുമ്പ് എസ്സൻ ഓടി ചെന്നിട്ട് അയാളെ ചവിട്ടുവാണ്. അവൾ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കരയുവാണ്. അപ്പോൾ ഗ്വാൻസിക്ക് ചോദിക്കുവാണ്, നീ എന്തിനാ കരയുന്നത്? നീ അയാളെ അല്ലേ ചവിട്ടിയത്? അപ്പോൾ അയാളല്ലേ കരയാനുള്ളതെന്ന്. ശരിക്കും അവൾ അപ്പോൾ കരഞ്ഞത് ഗ്വാൻസിക്കിനെ അയാൾ ഉപദ്രവിച്ചത് ഓർത്തിട്ടാണ്. അടുത്ത സീനിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ സന്തോഷമായിട്ട് ഒത്തുചേർന്ന് നടക്കുന്നത് കാണിച്ചിട്ടാണ് നമ്മുടെ ഈ എപ്പിസോഡ് എൻഡ് ആവുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.